നിതാക്കത്തിൽപ്പെട്ട നാട്ടിലെത്തുന്നവർ ഉപജീവനത്തിനായി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്. മണലാരണ്യങ്ങളിൽ മരുപ്പച്ച തേടിയവർ ഒടുവിൽ കാര്യമായൊന്നും സമ്പാദിക്കാതെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സുമനസ്സുള്ള നാട്ടുകാരുടെ സ്നേഹസഹകരണം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ഈ സ്നേഹവായ്പിൽ ജീവിതം മെനയുകയാണ് അവരിപ്പോൾ. വെട്ടത്തൂർ ബ്യൂറോയുടെ പ്രത്യേക റിപ്പോർട്ട്. സൗദിയിലെ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മലയാളികളാണ് ദിവസം തോറും കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്നത്. വീടിന്റെ ആധാരവും ഭാര്യയുടെ കെട്ടുതാലിയും വരെ പണയം വെച്ച് ഗൾഫിലെത്തുന്നവർക്ക് അവിടെയും ഗതി ഇതുതന്നെ. കത്തുന്ന സൂര്യന് കീഴിൽ ഒരു വർഷം അധ്വാനിച്ചാൽ കിട്ടുന്ന തുക ഇക്കാമ പുതുക്കാനും മറ്റു അനുബന്ധ രേഖകൾ ശരിയാക്കാനുമായി അറബികൾക്ക് തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ്. 20-30 വർഷം പ്രവാസിയായി സേവനം അനുഷ്ഠിച്ചവന് സമ്പാദിക്കാൻ കഴിയുന്നത് കടങ്ങളും കുറെ മാറാരോഗങ്ങളും മാത്രം. ഇത്തരത്തിൽ സൗദിയിലെ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി 12 വർഷത്തെ നീറുന്ന പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ആളാണ് വെട്ടത്തൂർ സ്വദേശിയായ ആലക്കൽ റഫീഖ്. മാറി മാറി വരുന്ന സൗദിയിലെ നിയമങ്ങൾക്ക് മുന്നിൽ തന്റെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കു വേണ്ടി പൊരുതി നോക്കിയെങ്കിലും റഫീഖിനെ നിതാക്കാത്ത് കീഴ്പ്പെടുത്തി കളഞ്ഞു. സുമനസ്സുകളായ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും കാരുണ്യത്താൽ റഫീഖിന് ഒരു കാടുവെട്ട് യന്ത്രം ലഭിച്ചു. ഈ കാടുവെട്ട് യന്ത്രം ഉപയോഗിച്ചാണ് റഫീഖ് ഇന്ന് തന്റെ കുടുംബം പുലർത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാടുവെട്ടിയാൽ കിട്ടുന്ന 500-600 രൂപയ്ക്ക് ഗൾഫിൽ നിന്നും ലഭിക്കുന്ന റിയാലുകളേക്കാൾ മൂല്യമുണ്ടെന്നാണ് റഫീഖിന്റെ അഭിപ്രായം. നാട്ടിലെ പച്ചപ്പ് തുടച്ചു മാറ്റി തന്റെ ജീവിതം പച്ചപിടിപ്പിക്കാൻ കഴിയില്ലെങ്കിലും പട്ടിണി കൂടാതെ ജീവിക്കാനാവുമെന്നും റഫീഖ് പറയുന്നു. അധ്വാനിക്കാനുള്ള ആരോഗ്യവും മനസ്സുമുണ്ടെങ്കിൽ സ്വന്തം നാട് തന്നെയാണ് നല്ലതെന്നും റഫീഖിന് അഭിപ്രായമുണ്ട്. വെട്ടത്തൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് റഫീഖും കുടുംബവും താമസിക്കുന്നത്. 2001 മുതൽ 2013 വരെ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. ഈ നിതാക്കാത്തിൻ്റെ നിയമപ്രകാരം ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞെങ്കിലും എനിക്ക് സാധിച്ചില്ല. എൻ്റെ സ്പോൺസർ 20,000-18,000 രൂപ വരെ ഇക്കാമ ശരിയാക്കാനും മറ്റു കാര്യങ്ങൾക്കും ആവശ്യപ്പെട്ടെങ്കിലും ഈ 1,200-1,300 റിയാലിന് പണിയെടുക്കുന്ന ഞാൻ ഈ ഭീമമായൊരു സംഖ്യ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അതിനാൽ ഞാൻ ഈ നാട്ടിലേക്ക് വരികയായിരുന്നു. നാട്ടിൽ നിന്നും ഒരു ജോലി കഴിഞ്ഞ 4 മാസം മുന്നേ ഞാൻ നാട്ടിലെത്തി. പല ജോലികൾക്കും വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിലും ഒരു ജോലിയും കിട്ടാതെ അലയുകയായിരുന്നു. അതിനാൽ എൻ്റെ സുഹൃത്ത് വീരാൻകുട്ടിയുടെ സഹായത്തോടെ എനിക്ക് ഈ മെഷീൻ വാങ്ങാനുള്ള സാമ്പത്തിക സഹായങ്ങൾ അവനും അവൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് എനിക്ക് ചെയ്തു തന്നത്. അതുകൊണ്ട് ഈ വർക്കിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയി നിൽക്കുന്നത്. ഇതും ഇപ്പോൾ ഈ മാസമോ അടുത്ത മാസമോ കഷ്ടിച്ച് കഴിയും. അത് കഴിഞ്ഞാൽ ഈ സീസണും ഈ പരിപാടിയുടെ സീസണും കഴിഞ്ഞു പോകും. പല ജോലികൾക്കും ശ്രമിച്ചു. 1 മാസം 1.5 മാസം അലഞ്ഞു തിരിഞ്ഞ് നിന്നെങ്കിൽ ഒരു ജോലിയും കിട്ടാൻ ഇവിടുത്തെ സാഹചര്യം ശരിയല്ല. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീരാൻകുട്ടിയുടെ സഹായത്തോടെയാണ് എനിക്ക് മെഷീനും കാര്യങ്ങൾക്കും ഇല്ല പണം അവനാണ് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ചു തന്നത്.